സുഗമാദേവി സീരിയലിൻ്റെ പുതിയൊരു എപ്പിസോഡിൻ്റെ പ്രമോ റിവ്യൂ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മളുടെ പ്രഭാവതിയും ദേവികയും ഇലക്ഷൻ പ്രചരണത്തിന് ഇറങ്ങുന്ന സമയത്ത് ദേവികയെ പ്രചരണത്തിന് കൊണ്ടുപോകാനായിട്ട് ഒരുപാട് പേര് വരുന്നുണ്ട്. അതുപോലെ തന്നെ സിദ്ധാർത്ഥനും ദേവികയ്ക്കൊപ്പം വീടുകൾ കയറാനും അതുപോലെ ആളുകളോട് വോട്ട് ചോദിക്കാനൊക്കെ പോകുന്നുണ്ട് കേട്ടോ. ഈ സമയത്ത് നമ്മളുടെ രജനിയാണെങ്കിൽ പ്രഭാവതിയോട് ചോദിക്കുന്നുണ്ട്, നമ്മളും ഇന്ന് പ്രചരണം തുടങ്ങുമല്ലേ അമ്മേ, എന്നിട്ട് ആരെയും കാണുന്നില്ലല്ലോ. ദേവികയ്ക്ക് കൂടെ വരാൻ ഒരുപാട് പേരുണ്ടായിരുന്നു, അമ്മയുടെ കൂടെ വരാനെന്താ ആരും വരാത്തതെന്ന് ചോദിക്കുമ്പം പ്രഭാവതി പറയുന്നുണ്ട്, അതൊക്കെ മോള് നോക്കിക്കോ, ഞാൻ നോമിനേഷൻ കൊടുത്തത് ജയിക്കാൻ വേണ്ടിയിട്ടാണ്, അല്ലാണ്ട് ദേവികയെ കൂട്ട് തോക്കാൻ വേണ്ടിയിട്ടല്ല. അതുകൊണ്ട് ദേവിക 1000 ആളുടെ കൂടെ പോയാലും എനിക്ക് പ്രശ്നമല്ല, ഞാൻ ഒറ്റയ്ക്ക് തന്നെ ജയിച്ച് കയറുന്നു. ആ സമയത്ത് രജനി ചോദിക്കുന്നുണ്ട്, എന്നാൽ ഞാനും ഗിരീഷ് ചേട്ടനും വരട്ടെ എന്ന് ചോദിക്കുമ്പം പ്രഭാവതി പറയുന്നുണ്ട്, ആരും വരണ്ട, ഗിരീഷും വരണ്ട, ഞാൻ ഒറ്റയ്ക്ക് തന്നെ പോയിക്കോളാം. അപ്പോൾ അമ്മ എങ്ങനെ പോകുമെന്ന് ചോദിക്കുമ്പം അതൊക്കെ മോള് നോക്കിക്കോ, ഞാൻ എങ്ങനെയാണ് പോണേന്ന്. ഇതേ സമയം നമ്മളുടെ പ്രഭാവതിയുടെ പ്രചരണത്തിന് ഇറങ്ങുന്ന ആ രംഗം ഷൂട്ട് ചെയ്യാനൊക്കെ വേണ്ടിയിട്ട് പത്രക്കാരും ചാനലുകാരൊക്കെ വന്നിട്ടുണ്ട്. അതേസമയം പ്രഭാവതിയാണെങ്കിൽ ഒറ്റയ്ക്കാണ് വീട്ടിൽ നിന്ന് ഇറങ്ങുന്നത്. ആ സമയത്ത് ചാനലുകാർ ചോദിക്കുന്നുണ്ട്, മേഡം ഒറ്റയ്ക്കാണോ പ്രചരണത്തിന് പോകണേന്ന് ചോദിക്കുമ്പോൾ അതെ, ഞാൻ ഒറ്റയ്ക്കാണ്, ഞാനല്ലേ മത്സരിക്കുന്നത്, അപ്പോൾ ഞാൻ ഒറ്റയ്ക്കല്ലേ ആളുകളോട് വോട്ട് ചോദിക്കാൻ പോകേണ്ടത്, അല്ലാതെ ഒരുപാട് പേരെന്തിനാ. ആ സമയത്ത് പത്രക്കാർ ചോദിക്കുന്നുണ്ട്, അപ്പോൾ മേഡത്തിൻ്റെ മക്കളൊന്നും മേഡത്തിൻ്റെ കൂടെ വരുന്നില്ലേ എന്ന് ചോദിക്കുമ്പോൾ അവർ വരാമെന്ന് പറഞ്ഞതാണ്, ഞാൻ സമ്മതിക്കാത്തത് കൊണ്ടാണ്. എന്തായാലും മേഡത്തിൻ്റെ ഭർത്താവ് ദേവികയ്ക്കൊപ്പം പ്രചരണത്തിന് പോയല്ലോ, അതെന്താ മേഡത്തിൻ്റെ ഭർത്താവ് മേഡത്തിൻ്റെ കൂടെ വരാത്തതെന്ന് ചോദിക്കുന്നുണ്ട്. അന്നേരം പ്രഭാവതി പറയുന്നുണ്ട്, ഞാൻ ആരെയും കൊണ്ടുപോകുന്നില്ല, ഞാൻ ഒറ്റയ്ക്ക് തന്നെ പ്രചരണത്തിന് തീരുമാനിച്ചേക്കണേ, എന്തായാലും എനിക്ക് പോകാൻ സമയമായി, നിങ്ങളെ ഞാൻ പിന്നെ കണ്ടോളാം എന്ന് പറയുന്നു. അങ്ങനെ നമ്മളുടെ പ്രഭാവതി ആണെങ്കിൽ പോകാൻ തുടങ്ങുന്നത് ഒരു ഓട്ടോറിക്ഷയിലാണ്. അങ്ങനെ പ്രഭാവതി ഓട്ടോയുടെ അടുത്തേക്ക് പോകുമ്പം ഗിരീഷൻ ചോദിക്കുന്നുണ്ട്, മേഡം ഞാനും കൂടി വരട്ടെ മേഡത്തിൻ്റെ കൂടെ എന്ന് ചോദിക്കുമ്പം വേണ്ട ഗിരീഷ്, ആരും വരണ്ട, ഞാൻ ഒറ്റയ്ക്ക് തന്നെ വിജയിച്ചോളാം, ഇതെൻ്റെ ഒരു വാശിയാണെന്ന് പറഞ്ഞുകൊണ്ട് പ്രഭാവതി ഓട്ടോയിലേക്ക് കയറുന്നുണ്ട്. ഈ സമയത്ത് പത്രക്കാർക്കൊക്കെ ഇത് കണ്ടുമ്പോൾ നല്ല ഞെട്ടലാവുന്നുണ്ട്. കാരണം ഒരു സ്ഥാനാർത്ഥി ഓട്ടോറിക്ഷയിൽ പ്രചാരണത്തിന് പോകുക എന്ന് പറഞ്ഞാൽ സാധാരണ ആരും അങ്ങനെ പോകാറില്ലാത്തത് കൊണ്ട് തന്നെ എല്ലാ പത്രക്കാരും മൈക്കുമായിട്ട് ചെല്ലുന്നുണ്ട്. എന്നിട്ട് പ്രഭാവതിയോട് ചോദിക്കുന്നുണ്ട്, മേഡം ഓട്ടോയിലാണോ പോണേന്ന് ചോദിക്കുമ്പോൾ പിന്നല്ലാതെ എനിക്ക് റോഡ് ഷോയുടെ ഒന്നും ആവശ്യമില്ല, അതുപോലെ ഞാൻ സാധാരണക്കാരിൽ സാധാരണക്കാരി, അതുകൊണ്ട് സാധാരണക്കാരുടെ വോട്ട് മതി എനിക്ക്, ഞാൻ ഈ രീതിയിലെ പ്രചരണം നടത്തണോളെന്നും പറഞ്ഞ് പ്രഭാവതി ആ ഓട്ടോയിൽ അങ്ങോട്ട് പോകുന്നുണ്ട്. നമ്മളുടെ ഗിരീഷനും രജനിയും ഈ സമയത്ത് പ്രഭാവതിയുടെ ഈ മാറ്റമൊക്കെ കണ്ട് ഞെട്ടി നിൽക്കുന്നുണ്ട്. എന്നിട്ട് ഗിരീശൻ രജനിയോട് പറയുന്നുണ്ട്, ഇത് മേഡത്തിൻ്റെ തന്ത്രമാണ്, ഇങ്ങനെ ഓട്ടോയിൽ ഒറ്റയ്ക്ക് വോട്ട് പിടിക്കാൻ പോകുമ്പം എന്തായാലും കാണുന്നവരൊക്കെ മേഡത്തിന് വോട്ട് ചെയ്യുമെന്ന് മേഡത്തിന് അറിയാം, അതുകൊണ്ടാണ്. ഇനിയിപ്പോൾ ദേവിക 10 പേരെയും കൊണ്ട് പോയിട്ടും കാര്യമൊന്നുമില്ല, എൻ്റെ ഒരു ഇത് വെച്ച് നോക്കുമ്പോൾ മേഡമായിരിക്കും ജയിക്കാൻ പോണേന്ന്. ആ സമയത്ത് രജനി പറയുന്നുണ്ട്, അമ്മയാണ് ജയിക്കേണ്ടത്, ദേവിക തോക്കണം, അന്ന് അവളോട് അമ്മ പറഞ്ഞതാ ഇതിൽ നിന്ന് പിന്മാറാൻ, അന്ന് അവൾ പിന്മാറിയിരുന്നെങ്കിൽ ഇപ്പോൾ ഈ കുടുംബത്ത് ഇത്രയധികം പ്രശ്നങ്ങൾ ഉണ്ടാവില്ലായിരുന്നു, ഇപ്പോൾ എന്തായാലും അമ്മ തന്നെ ജയിക്കുമെന്ന് കേട്ടതിൽ എനിക്ക് സന്തോഷമുണ്ടെന്ന്. ഇതേസമയം നമ്മളുടെ ദേവികയാണെങ്കിൽ ഓരോ വീട്ടിലും കാറിൽ വന്നിറങ്ങിയിട്ട് കുറേ ആളുകളുടെ അകമ്പടിയോടുകൂടിയാണ് വോട്ട് ചോദിക്കാൻ ചെല്ലണത്. അപ്പോൾ എല്ലാവരോടും പറയുന്നുണ്ട്, ഇങ്ങനെ വോട്ട് ചെയ്യണമെന്ന് പറയുമ്പോൾ എല്ലാവരും ആ ചെയ്തേക്കാം, മോള് തന്നെ ജയിക്കൂട്ടോ എന്നൊക്കെ പറയുമ്പോൾ സിദ്ധാർത്ഥനും ദേവികയ്ക്കും അതൊക്കെ കേട്ട് സന്തോഷമാവുന്നുണ്ട്. അവരിറങ്ങിയതിൻ്റെ പുറകെ തന്നെയാണ് നമ്മളുടെ പ്രഭാവതി ഓട്ടോറിക്ഷയിൽ വന്ന് ആ വീട്ടിലേക്ക് ഇറങ്ങുന്നത്. ദേവികയും സിദ്ധാർത്ഥനും പോയതിൻ്റെ പുറകെ തന്നെ പ്രഭാവതിനെ കാണുമ്പം അവർക്ക് എല്ലാവർക്കും ഭയങ്കര അത്ഭുതമാവുന്നുണ്ട്. അതുമാത്രമല്ല, പ്രഭാവതി വന്നിരിക്കുന്നതാണെങ്കിൽ ഒറ്റയ്ക്കും, അതും ഒരു ഓട്ടോയിൽ. അത് കണ്ടതും പ്രൊഫസർ എന്താ ഇങ്ങനെ വന്നേ, വേറെ ആരുമില്ല കൂടെ എന്ന് ചോദിക്കുമ്പം ഞാനല്ലേ ഇലക്ഷനിൽ മത്സരിക്കുന്നത്, അപ്പം ഞാനല്ലേ നിങ്ങളോട് വോട്ട് ചോദിക്കേണ്ടതും, ഇനിയിപ്പോൾ നിങ്ങളുടെ MLA ആവാൻ പോണതും ഞാനല്ലേ, അല്ലാതെ കൂടെ ഉള്ളവരല്ലല്ലോ, അതുകൊണ്ട് ഞാൻ തന്നെ നേരിട്ട് നിങ്ങളോട് വോട്ട് ചോദിക്കാമെന്ന് വിചാരിച്ചു, അതിന് മറ്റുള്ളവരെ ബുദ്ധിമുട്ടിക്കേണ്ട കാര്യമില്ലല്ലോ എന്ന്. പിന്നീട് കാണിക്കുന്നത് നമ്മളുടെ അരുന്ധതിനെയും ത്യാഗരാജനാണ്. അരുന്ധതി ഇങ്ങനെ ത്യാഗരാജനോട് ചോദിക്കുന്നുണ്ട്, എന്തായി ത്യാഗരാജ ഇലക്ഷൻ്റെ പ്രചരണങ്ങളൊക്കെയെന്ന് ചോദിക്കുമ്പം ദേവികയുടെ പ്രചരണം ശക്തമായി തന്നെ നടക്കുന്നുണ്ട്, പക്ഷേ പ്രഭാവതിയുടെ കൂടെ പ്രചരണത്തിനൊന്നും ആരുമില്ല, അവരൊറ്റയ്ക്കാണ് പ്രചരണത്തിന് ഇറങ്ങിയിരിക്കുന്നതെന്ന്. ആ സമയത്ത് അരുന്ധതി ചോദിക്കുന്നുണ്ട്, എന്താ പ്രഭാവതി ഒറ്റയ്ക്ക് ഇറങ്ങിയേക്കണേന്ന് ചോദിക്കുമ്പം അതറിയില്ല, ഇനിയിപ്പോൾ KDFകാർ പോവാത്തത് കൊണ്ടാണോന്ന് അറിയില്ല എന്ന് പറയുമ്പം അരുന്ധതി പറയുന്നുണ്ട്, അതൊന്നും ആയിരിക്കില്ല, ഇതൊക്കെ പ്രഭാവതിയുടെ ഒരു തന്ത്രമായിരിക്കും, എന്തായാലും സ്ഥാനാർത്ഥിയുടെ കൂടെ പോകാൻ KDFകാർ തയ്യാറായിരിക്കും, പ്രഭാവതി തന്നെ വിലക്കിയിട്ടായിരിക്കും അവർ വരാത്തത്. ചിലപ്പോൾ മേഡം പറഞ്ഞതുപോലെ ആയിരിക്കും മേഡം, എന്തായാലും പ്രഭാവതിയുടെ തന്ത്രങ്ങളൊക്കെ നമ്മൾ പൊളിച്ച് കൈ കൊടുക്കും, പ്രഭാവതി 8 നിലയിൽ പൊട്ടൂന്ന്.
ആ സമയത്ത് അരുന്ധതി പറയുന്നുണ്ട്, പ്രഭാവതി ഒരു കാരണവശാലും ജയിക്കരുത്. ശരിക്കും മത്സരം നടക്കുന്നത് ദേവികയും പ്രഭാവതിയും തമ്മിലല്ല, ഞാനും പ്രഭാവതിയും തമ്മിലാണ്. അതുകൊണ്ട് പ്രഭാവതി ജയിച്ചിട്ടുണ്ടെങ്കിൽ അത് എനിക്ക് കിട്ടുന്ന ഏറ്റവും വലിയ തിരിച്ചടിയായിരിക്കും. എനിക്കങ്ങനെ പരാജയപ്പെടാൻ പറ്റില്ല. എനിക്ക് പ്രഭാവതിക്ക് മുകളിൽ വിജയിച്ചേ പറ്റൂ. അതുകൊണ്ട് എന്ത് വില കൊടുത്തും ദേവികയെ വിജയിപ്പിക്കണം. ആ സമയത്ത് ത്യാഗരാജൻ പറയുന്നുണ്ട്, അതിന് പ്രഭാവതി ജയിക്കുകയൊന്നുമില്ല മേഡം, ദേവിക തന്നെ ജയിക്കുള്ളൂ എന്ന്. പിന്നീട് കാണിക്കുന്നത് നമ്മളുടെ ഭാർഗവീനെയും ഗൗരീനെയും ഒക്കെയാണ്. ഗൗരി ഭാർഗവിയോട് ചോദിക്കുന്നുണ്ട്, അമ്മ എന്താ പ്രഭാൻറ്റിയുടെ കൂടെ പ്രചരണത്തിന് പോവാത്തതെന്ന് ചോദിക്കുമ്പം പ്രഭക്കുഞ്ഞ് ആരോടും ചെല്ലണ്ടെന്നാണ് പറഞ്ഞേക്കണേ. രജനീനെയും ഗിരീഷിനെയും പിന്നെ KDF ആരെയും പ്രഭക്കുഞ്ഞ് കൂടെ കൊണ്ടുപോയിട്ടില്ല. ഈ ഇലക്ഷനിൽ ജയിക്കണം എന്നുള്ളത് പ്രഭക്കുഞ്ഞിൻ്റെ വാശി. അതുകൊണ്ട് തന്നെ പ്രഭക്കുഞ്ഞ് ഒറ്റയ്ക്ക് പ്രചരണം നടത്തിക്കോളാന്നാണ് പറഞ്ഞത്. അതുപോലെ KDF നേതാക്കളും പ്രഭക്കുഞ്ഞിൻ്റെ കൂടെ ചെല്ലാമെന്ന് പറഞ്ഞതാണ്. അവരോടും പ്രഭക്കുഞ്ഞ് ഈ ഒരു കാര്യം തന്നെയാണ് പറഞ്ഞത്, ഒറ്റയ്ക്ക് മത്സരിച്ച് ജയിക്കണമെന്ന്. അതുകൊണ്ട് ഞാൻ പ്രഭക്കുഞ്ഞിൻ്റെ കൂടെ പോവാതിരുന്നത്. അപ്പോൾ ദേവികയുടെ കൂടെ സിദ്ധാർത്ഥൻ സാറും അതുപോലെ പാർട്ടിക്കാരൊക്കെ ഉണ്ടല്ലോ എന്ന് പറയുമ്പോൾ ഭാർഗവി പറയുന്നുണ്ട്, ദേവികയ്ക്ക് ജയിക്കണമെങ്കിൽ അവരുടെയൊക്കെ സപ്പോർട്ട് വേണമെന്നറിയാം, പക്ഷേ പ്രഭക്കുഞ്ഞിന് ജയിക്കാൻ ആരുടെയും സപ്പോർട്ട് വേണ്ട. ആ സമയത്ത് ഗൗരി പറയുന്നുണ്ട്, എനിക്ക് തോന്നുന്നില്ല പ്രഭാൻറ്റി ജയിക്കുമെന്ന്, എന്തായാലും ദേവിക തന്നെ ജയിക്കാനാണ് സാധ്യത എന്ന് പറയുമ്പോൾ ഭാർഗവി പറയുന്നുണ്ട്, നീ ഒന്നും മിണ്ടാതിരിക്കേണ്ട ഗൗരി, ഒരു കാരണവശാലും ദേവിക ജയിക്കില്ല, അതിന് ഞാൻ അനുവദിക്കില്ല. ആ സമയത്ത് ഗൗരി ചോദിക്കുന്നുണ്ട്, അതിന് അമ്മയുടെ അനുവാദം ചോദിച്ചിട്ടാണോ എല്ലാവരും വോട്ട് ചെയ്യണത്. പിന്നീട് കാണിക്കുന്നത് നമ്മളുടെ ദേവിക പ്രചരണമൊക്കെ കഴിഞ്ഞ് വീട്ടിലോട്ട് വരുന്നുണ്ട്. ആ സമയത്താണെങ്കിൽ സിദ്ധാർത്ഥൻ ദേവികയായിട്ട് പറയുന്നുണ്ട്, ഇന്നത്തെ പ്രചരണം എങ്ങനെ ഉണ്ടായിരുന്നു മോളെ എന്ന് ചോദിക്കുമ്പം കുഴപ്പമില്ലായിരുന്നു അച്ഛാ, മിക്കവാറും നമ്മൾ ജയിക്കാൻ സാധ്യതയുണ്ട്, എല്ലാവരും എനിക്ക് വോട്ട് ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ അമ്മയാണെങ്കിൽ ഒറ്റയ്ക്കാണല്ലോ പ്രചരണത്തിന് ഇറങ്ങിയേക്കണേന്ന് ചോദിക്കുമ്പോൾ സിദ്ധാർത്ഥൻ പറയുന്നുണ്ട്, പ്രഭ ആരെയും കൊണ്ടുപോകാതിരുന്നത് കൊണ്ടല്ലേ KDF നേതാക്കളൊക്കെ പ്രഭയുടെ കൂടെ ചെല്ലാമെന്ന് പറഞ്ഞിട്ട് പ്രഭ കൊണ്ടുപോകണില്ല എന്ന് തീരുമാനിച്ചതാണ്. അതെന്താ വെച്ചാൽ അമ്മ ആരെയും കൊണ്ടുപോകാതെ ഒറ്റയ്ക്ക് പോകണമെന്ന് ചോദിക്കുമ്പം അത് പ്രഭ ബുദ്ധിപരമായിട്ട് കളിക്കണതാണ്. ആരും ഇല്ലാതെ ചെല്ലുമ്പം എന്തായാലും ഒരു സഹതാപോട്ടൊക്കെ കിട്ടുമെന്ന് പ്രഭയ്ക്ക് അറിയാം. അല്ലെങ്കിൽ പിന്നെ KDF പ്രഭയുടെ കൂടെ പോകാൻ നേതാക്കളില്ലാത്തത് കൊണ്ടാണോ? അതുമാത്രമല്ല ഗിരീഷിനല്ലേ പ്രഭയുടെ തെരഞ്ഞെടുപ്പിൻ്റെ കോർഡിനേറ്റർ, എന്നിട്ട് ഗിരീഷിനെ പോലും കൂടെ കൊണ്ടുപോയിട്ടില്ലല്ലോ. എന്നാൽ പിന്നെ നാളെ മുതൽ ഞാനും അങ്ങനെ ഒറ്റയ്ക്ക് പോയാലോ അച്ഛാന്ന് ചോദിക്കുമ്പോൾ മോളങ്ങനെ ഒറ്റയ്ക്ക് പോയാൽ ശരിയാവില്ല, പ്രഭയ്ക്ക് ഒരുപാട് ബന്ധങ്ങളും പരിചയങ്ങളും ഉണ്ട്, മോൾക്ക് അതുപോലെ ബന്ധങ്ങളും പരിചയങ്ങളും ഇല്ലാത്തതുകൊണ്ട് മോളുടെ കൂടെ ഞങ്ങളൊക്കെ വേണമെന്ന്. അവരങ്ങനെ സംസാരിച്ച് നിൽക്കുന്ന സമയത്ത് നമ്മളുടെ പ്രഭാവതി അങ്ങോട്ട് വരുന്നുണ്ട്. പ്രഭാവതിയെ കണ്ടതും സിദ്ധാർത്ഥൻ ചോദിക്കുന്നുണ്ട്, എങ്ങനെയുണ്ടായിരുന്നു ഇന്നത്തെ പ്രചരണം എന്ന് ചോദിക്കുമ്പം അത് ചോദിക്കാനുണ്ടോ സിദ്ധു, വിജയം എനിക്ക് തന്നെയാണ്. ആ സമയത്ത് സിദ്ധാർത്ഥൻ പറയുന്നുണ്ട്, അതെങ്ങനെയാണ് പ്രഭ ഉറപ്പിച്ചതെന്ന് ചോദിക്കുമ്പം അതൊക്കെ ഞാൻ ഉറപ്പിച്ചു കഴിഞ്ഞു, അല്ലെങ്കിൽ ഇലക്ഷൻ കഴിയുമ്പോൾ സിദ്ധു നോക്കിക്കോ എന്ന്. ഈ സമയത്ത് ദേവിക ഒന്നും മിണ്ടാണ്ട് തന്നെ നിൽക്കുന്നുണ്ട്. അപ്പം പ്രഭാവതി ചോദിക്കുന്നുണ്ട്, എന്തേ ദേവികയ്ക്കൊന്നും പറയാനില്ലേ എന്ന് ചോദിക്കുമ്പോൾ ദേവിക പറയുന്നുണ്ട്, അതൊക്കെ വോട്ട് ചെയ്യണനുസരിച്ചല്ല അമ്മേ, നമ്മളിപ്പോൾ അത് കണക്ക് കൂട്ടണേ എങ്ങനെയാണ്, ഇലക്ഷൻ കഴിഞ്ഞാലല്ലേ ആരൊക്കെ വോട്ട് ചെയ്തു ചെയ്തില്ല എന്ന് അറിയാൻ പറ്റുള്ളൂ. അതിനുശേഷം നമുക്ക് വിജയത്തെക്കുറിച്ചും തോൽവിയെക്കുറിച്ചും പറഞ്ഞാൽ പോരെ, ഇപ്പോഴേ അതും പറഞ്ഞ് നമുക്ക് തർക്കിക്കണമെന്ന്. ആ സമയത്ത് പ്രഭാവതി പറയുന്നുണ്ട്, ഇപ്പം തർക്കിക്കുകയാണെങ്കിൽ പിന്നെ അപ്പോൾ ഒരുപാട് തർക്കിക്കേണ്ട കാര്യമില്ലല്ലോ, എന്തായാലും ജയിക്കാൻ പോകുന്നത് ഞാൻ തന്നെയാണ്, നീ 8 നിലയിൽ പൊട്ടൂന്ന്. പിന്നീട് കാണിക്കുന്നത് നമ്മളുടെ ചാനൽ ചർച്ചയിലും സർവേയിലൊക്കെ പ്രഭാവതി ജയിക്കുമെന്ന് തന്നെയാണ് റിപ്പോർട്ട് വരുന്നത്. ഈ റിപ്പോർട്ട് കണ്ടത് നമ്മളുടെ അരുന്ധതി ത്യാഗരാജനെ വിളിച്ചു വരുത്തുന്നുണ്ട്. എന്നിട്ട് ത്യാഗരാജനോട് ചോദിക്കുന്നുണ്ട്, എന്തൊക്കെയാണ് ത്യാഗരാജ ഞാൻ ഈ കേൾക്കുന്നത്, പ്രഭാവതിക്ക് അനുകൂലമായിട്ടാണല്ലോ എല്ലാ സർവേയും പറയണത്, അതെന്തുകൊണ്ടാണെന്ന് ചോദിക്കുമ്പോൾ ത്യാഗരാജൻ പറയുന്നുണ്ട്, കാരണം വേറൊന്നുമല്ല മേഡം, പ്രഭാവതി ഒറ്റയ്ക്ക് ഓട്ടോയിലും നടന്നൊക്കെ ആയിട്ടാണ് വോട്ട് ചോദിച്ച് ചെല്ലുന്നത്. അതുകൊണ്ട് തന്നെ എല്ലാവരും പ്രഭാവതിക്ക് വോട്ട് ചെയ്യുമെന്നുള്ളൊരു വാക്കും കൊടുക്കുന്നുണ്ട്. ദേവിക ആണെങ്കിൽ ഒരുപാട് ആളുകളുടെ കൂടെ കാറിലൊക്കെ ചെന്നിറങ്ങുമ്പം അത് കാണുന്ന സാധാരണക്കാർക്ക് ദേവികയ്ക്ക് വോട്ട് ചെയ്യണമെന്ന് തോന്നൂല, അതാ മേഡം പ്രശ്നമെന്ന്. ആ സമയത്ത് അരുന്ധതി പറയുന്നുണ്ട്, പ്രഭാവതി ഞാൻ ഉദ്ദേശിച്ചതിലും കൂടുതൽ ബുദ്ധിയുള്ളവളാണ്, അതുകൊണ്ടാണ് അവരിങ്ങനെയൊക്കെ ചെയ്യണേ, വേറെ ആരാണെങ്കിലും ഇങ്ങനൊരു നീക്കം നടത്തൂല. ആ സമയത്ത് ത്യാഗരാജൻ പറയുന്നുണ്ട്, അതെനിക്ക് പണ്ടേ അറിയാവുന്നതാ പ്രഭാവതി എന്താണെന്നുള്ളത്, അവർ ഭയങ്കര ബുദ്ധിശാലിയാണ്, അതുകൊണ്ട് അവർ ഓരോ ചുവടും മുന്നോട്ട് വെക്കണത് സൂക്ഷിച്ചേ വെക്കുകയുള്ളൂ, അതുകൊണ്ട് നമ്മളൊന്നും കൂടിയും അലർട്ടായിട്ടിരിക്കണം മേഡന്ന്. അത് കേട്ടത് നമ്മളുടെ അരുന്ധതി ആണെങ്കിൽ എന്തൊക്കെയോ ഇങ്ങനെ ആലോചിച്ചുകൊണ്ട് നിൽക്കുന്ന ആ ഒരു സീനിലാണ് എപ്പിസോഡ് അവസാനിക്കുന്നത്. അപ്പോൾ നിങ്ങളെൻ്റെ വീഡിയോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇതുപോലെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള അടുത്തൊരു എപ്പിസോഡുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ ബൈ.